കട്ടാക്കി ഓടിയോ? കട്ടാക്കി. ആമേൻ. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഒന്ന് വായിച്ചാട്ടെ. ഒരുത്തൻ ദൈവത്തെ കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുമോ? നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നു സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന്റെ പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. അപ്പൊ ഇവിടെ പറയുന്നത് നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന്റെ പ്രസാദമാണ്. അതിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ വചനങ്ങളൊക്കെ ഏറ്റെടുക്കണം. നമ്മുടെ പകുതി പ്രശ്നം ഒഴിവാകും. നമ്മൾ ഈ വചനം അനുസരിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്. ഇവിടെ പറയാണ് നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ആർക്ക് പ്രസാദമാണ്? നമ്മുടെ ദൈവത്തിന്റെ പ്രസാദമാണെന്ന്. അപ്പൊ നമ്മൾ ദൈവത്തെയാണ് പ്രസാദിപ്പിക്കേണ്ടത്, മനുഷ്യനാണ് പ്രസാദിപ്പിക്കേണ്ടത്, അല്ലെ? ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിച്ചാൽ ലജ്ജിച്ചു പോകരുത്. 1 പത്രോസ് 4:12 വാക്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ക്രിസ്ത്യാനിയായതിന്റെ പേരിൽ, കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയതിന്റെ പേരിൽ എന്തെങ്കിലും ചീത്തയോ വഴക്കോ അടിയോ കൊള്ളേണ്ടി വന്നാൽ നമ്മൾ ലജ്ജിച്ചു പോകരുത്. ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. നമ്മൾ ഈ വചനം ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. ഇനി അടി കൊണ്ടാലും ദുഃഖിക്കേണ്ട, അതിന് പ്രതിഫലമുണ്ട്. കർത്താവിന്റെ നാമത്തെ പ്രതിയാണെങ്കിൽ അതിന് പ്രതിഫലം ഉണ്ടാവും. മാത്രമല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളെ തൊട്ടാൽ അത് കർത്താവിനെയാണ് തൊടുന്നത്, അല്ലേ? പൗലോസിനോട് കർത്താവ് എന്താ പറഞ്ഞേ? അല്ലെ, പൗലോസ് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം മേടിച്ച് ദൈവമക്കളെ പീഡിപ്പിക്കാൻ വേണ്ടി കുതിരപ്പുറത്ത് ഇങ്ങനെ വരുമ്പം ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് എന്ത് ചെയ്തു? വലിയൊരു വെളിച്ചം മിന്നി. പൗലോസ് എന്ത് ചെയ്തു? കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണു, കണ്ണ് കാണാത്തവനായി. അപ്പോൾ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ പറയുമോ? നീ ആരാകുന്നു കർത്താവേ? അപ്പൊ യേശു എന്താ പറഞ്ഞേ? നീ ഉപദ്രവിക്കുന്നവനായ ക്രിസ്തുവാണ് ഞാൻ. പൗലോസ് ആരെ ഉപദ്രവിച്ചേ? രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കളെയാണ് ഉപദ്രവിച്ചത്. പക്ഷെ യേശു പറയുന്നു, നീ എന്നെയാണ് ഉപദ്രവിച്ചത്. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട നിങ്ങളെ ആരെങ്കിലും തൊട്ടാൽ കർത്താവ് കയറി ഇടപെടും. പക്ഷെ അവരെ സന്തോഷത്തോടെ സഹിക്കാൻ തയ്യാറാകണം. ഞാനെന്താ പറഞ്ഞേ? നമ്മൾ കഷ്ടം സഹിച്ചാൽ അതിന്റെ പുറകിൽ എന്ത് ചെയ്യും? ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നിന്നെ തൊടുന്നവൻ എന്റെ കൺമണിയെ തൊടുന്നു എന്നാണ് യേശു പറഞ്ഞത്, കർത്താവ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമ്മൾ കഷ്ടം സഹിക്കാൻ തയ്യാറാകണം. ദൈവനാമത്തിന് നിന്ന് സഹിക്കാൻ തയ്യാറാകണം. ആമേൻ. അങ്ങനെയെങ്കിൽ നീ അവരുടെ പക്ഷം ചേരില്ല, അവർ നിന്റെ പക്ഷം ചേരുവാനിടയാകൂ. ആമേൻ. ഇത് നമുക്ക് കഷ്ടം സഹിക്കാനും വയ്യ, അവരെല്ലാം വരണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. നമ്മളുള്ള കഷ്ടത്തിൽ എന്തിനാ സ്തോത്രം പറയാം, പിറുപിറുക്കരുത്. എന്ത് വന്നാലും ഇതെന്റെ കർത്താവ് അനുവദിച്ചിട്ടാ. ഇതിലൂടെ ഒരു ദൈവപ്രവർത്തിയുണ്ട്, ഇതിലൂടെ ഒരു വിടുതലുണ്ട്. എന്റെ കുടുംബത്തെ കുറിച്ച് ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്തത്വങ്ങൾ, എന്റെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞ വാക്തത്വങ്ങൾ, എന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞ വാക്തത്വങ്ങൾ ദൈവം നിറവേറ്റാൻ പോവുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോവുകയാണ്. ഈ കഷ്ടതയെ മനോനിച്ചത് അവയെ മറ്റുള്ളവരെ വിടുതലിന് വേണ്ടിയാണെന്ന് അവയെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അമേൻ. നമുക്ക് വചനത്തിലൂടെ തെളിവ് നോക്കാം. അമേൻ. കഷ്ടത സഹിച്ചാൽ മറ്റുള്ളവർക്ക് വിടുതൽ കിട്ടുമോ? നമുക്ക് വചനമാണല്ലോ നമ്മുടെ ആധാരം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 25 എന്നുള്ള വാക്യങ്ങൾ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 16-ന്റെ 25 മുതൽ. നിർത്തിയാട്ടെ. ഇവിടെ അപ്പോസ്തലനായ പൗലോസും ശീലാസും എന്ത് ചെയ്തു? അടിച്ച് മുറിവേൽക്കപ്പെട്ടവരായി, വസ്ത്രം പറിച്ചുരിയപ്പെട്ടവരായി,
ആമത്തിൽ കയ്യും കാലിട്ട് പൂട്ടിയിട്ട് എവിടെ കിടക്കുക? കാരാഗ്രഹത്തിന്റെ ഏറ്റവും ഇരുട്ടുള്ള അറയിൽ കിടക്കുക. ആ സമയത്ത് ഇവരെന്ത് ചെയ്തില്ല? പരസ്പരം കുറ്റം പറഞ്ഞില്ല. ഇന്നത്തെ ഉപദേശിമാരാണെങ്കിൽ കാരാഗ്രഹത്തിൽ നിന്ന് അടി നടന്നു. എന്താ കാരണം? അല്ലേ? ശീലാസിന് വേണമെങ്കിൽ പറയാം, പൗലോസ് നീ ഒറ്റയിരുത്തം കാരണമാണ് എവിടെ വന്നേ? പറഞ്ഞാട്ടെ, ഈ കാരാഗ്രഹത്തിൽ വരേണ്ടി വന്നത് ആ വെളിച്ചപ്പാർട്ടിക്കാരുടെ ഭൂതത്തെ നീ ശാസിച്ചത് കൊണ്ടല്ലേ ഇപ്പൊ നമ്മളിവിടെ കിടക്കേണ്ടി വന്നേ എന്ന് ആർക്ക് പറയായിരുന്നു? പറഞ്ഞാട്ടെ, ശീലാസിന് പറയായിരുന്നു. അല്ലേ? നിശ്ചയമായിട്ടും കാരണമുണ്ട്. പക്ഷെ ശീലാസിന് മനസ്സിലായി ഇതൊരു ദൈവപ്രവൃത്തിയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവർ ഐക്യതയോടുകൂടെ അർദ്ധരാത്രിക്ക് കർത്താവിനെ പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലുകളൊക്കെ തുറന്നു, എല്ലാവരെയും ചങ്ങല വരിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി കുടുംബവും രക്ഷിക്കപ്പെട്ടു, സ്നാനമേറ്റു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നത് കൊണ്ടാണ്, അവർ കഷ്ടം സഹിച്ചത് കൊണ്ടാണ്, അവർ അടിയേൽക്കപ്പെട്ടത് കൊണ്ടാണ്, അവർ നിന്നയേൽക്കപ്പെട്ടത് കൊണ്ടാണ് ഈ 4 കാര്യങ്ങൾ അവിടെ നടന്നു. എന്തൊക്കെ നടന്നു? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലുകളൊക്കെയും തുറന്നുപോയി, എല്ലാവരെയും ചങ്ങല അഴിഞ്ഞു വീണു, കാരാഗ്രഹ പ്രമാണിയും കുടുംബം എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ചില കഷ്ടതകൾ നമ്മുടെ വിടുതലിന് മാത്രമല്ല, മറ്റനേകരുടെ വിടുതലും കൂടിയാണ്. അത് ദേശത്തിന്റെ വിടുതലും കൂടിയാണ്. അതുകൊണ്ട് ദൈവമക്കൾ കഷ്ടത വരുമ്പോൾ പിറുപിറുക്കാതെ കഷ്ടതയിൽ ദൈവത്തെ പാടി സ്തുതിക്കണം. അതേ വചനം പറയുന്നു, കഷ്ടവരവേൽക്കാൻ അവൻ വരം തന്നിരിക്കുകയാണ്. ഭക്തിയോടെ ജീവിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടതയ്ക്കാൻ കൂടെ നമ്മൾ നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. നാം സഹിക്കുന്ന കഷ്ടതകൾ അനേകരുടെ വിടുതലിന് വേണ്ടിയാണ്. അപ്പൊ നമ്മൾ കൊലോസ്യ ലേഖനം 3:23 എന്ത് പറഞ്ഞു? നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ എന്ത് ചെയ്യണം? മനസ്സോടെ ചെയ്യും. അപ്പൊ ഇങ്ങോട്ട് എന്ത് ചെയ്യണം? പറഞ്ഞാട്ടെ, എന്ത് ചെയ്താലും, അല്ലെ, കറി വെച്ചാലും, അല്ലെ, വീട്ടിലെന്ത് കാര്യം ചെയ്താലും അവർക്ക് എന്ത് ചെയ്യണം? കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യണം. എന്ത് കാര്യം ചെയ്താലും അത് ഞാൻ കർത്താവിന് വേണ്ടിയാണ് ചെയ്തതെന്നുള്ള മനോഭാവത്തോടുകൂടെ നമ്മൾ ചെയ്താൽ അവകാശം എന്ന പ്രതിഫലം ആര് തരും? ഭർത്താവ് തരുന്നല്ല, കർത്താവ് നമുക്ക് തരും. അത് നിശ്ചയമാണ്. കർത്താവിന്റെ നാമത്തോട് ചെയ്തൊന്നും മറന്നു കളവാൻ അവൻ അനീതിയുള്ള ദൈവമല്ല, ഇരട്ടിയായി പ്രതിഫലം തരുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ആമേൻ. അപ്പോൾ നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് നമുക്ക് വരാം. ഏതാണ് വായിച്ചത്? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അവിടെ എന്ത് പറയുന്നു? എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കണം, ദൈവ സ്നേഹം ധരിക്കണം. അല്ലെ? അനേക സ്നേഹങ്ങളെ കുറിച്ച് എന്താണ് ബൈബിൾ പറയുന്നത്? അനേക സ്നേഹങ്ങളെ കുറിച്ച്, അല്ലെ? ലോകപരമായി നോക്കിയാൽ നമുക്കറിയാം, അല്ലെ? ഒന്ന് ദൈവസ്നേഹം ഉണ്ടല്ലേ, അകപ്പെ. അതാണെന്താണ്? ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുന്ന സ്നേഹമാണ് ദൈവസ്നേഹം. അല്ലെ? യേശു ക്രിസ്തു നമുക്ക് എന്ത് ചെയ്തു? എല്ലാം നമുക്ക് വേണ്ടി തന്നു, അല്ലെ? അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ഊറ്റി തന്നുകൊണ്ടാണ് നമ്മെ വിടുവിച്ച് നമ്മെ സ്നേഹിച്ചത്. അതാണ് ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആമേൻ. അതുകൊണ്ട് 1 യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം വായിച്ചേ. കർത്താവ് നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 1 യോഹന്നാൻ 3-ാം അധ്യായം 16-ാം വാക്യം. കണ്ടോ? കർത്താവ് നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്നറിഞ്ഞിരിക്കുന്നു. വായിച്ചു. അപ്പൊ അതുകൊണ്ട് നാമം എന്ത് ചെയ്യണം? സഹോദരന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാണനെ വെച്ചു കൊടുക്കണം. കണ്ടോ? ദൈവം പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് വെച്ചു തന്നു? പ്രാണനെ വെച്ച് എന്നാണ് സ്നേഹിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ച് എന്ന് പറയാൻ അത്ര ഐക്യതയോടുള്ള ഒരു ബന്ധം നമുക്കുണ്ടാകണം, ഒരു ആത്മീക ബന്ധം നമുക്കുണ്ടാകണം. അടുത്ത വെച്ച് അടുത്തത്, എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരനെ മുട്ടുള്ളത് കണ്ടിട്ട്
അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? ഒരുത്തനൊരു ബുദ്ധിമുട്ട് കണ്ടു. ഇപ്പൊ നമ്മുടെ കാശ് ഉണ്ടെന്നായിരിക്കും. ഒരുത്തനൊരു ബുദ്ധിമുട്ട് കണ്ടു. എന്നിട്ട് നമ്മൾ പറയാ, ബ്രദറെ ധൈര്യമായിട്ടിരിക്കും, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഒരുത്തൻ വിശന്ന് പ്രാണം വലിയ വരിക. ആ സമയത്ത് നമ്മൾ പറയാണല്ലേ, നീ ഇരിക്കും, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് അവനെ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ച് വിട്ടാ, അവന് ഭക്ഷണം കൊടുക്കാതെ വിട്ടാ എന്തായിരിക്കും സ്ഥിതി? അവൻ നമ്മളെ പ്രാകും അല്ലെ? ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ? അത് യാക്കോബിന്റെ ലേഖനം നമ്മൾ പഠിക്കണം. യാക്കോബിന്റെ ലേഖനം എന്താണ് അല്ലെ? ഒരുത്തൻ തണുത്ത് വരച്ചിരിക്കുമ്പോ അല്ലെ, അവന് പുതപ്പ് കൊടുക്കാതെ നമ്മൾ പറയാണ് കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? കണ്ടോ? അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ചെയ്യേണ്ട പ്രവൃത്തിയാണ് എന്താ എവിടെ പറഞ്ഞേ? യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്. രക്ഷിക്കപ്പെട്ടവർക്ക് എഴുതിയ ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. അപ്പൊ രക്ഷിക്കപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയാണ് യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ എന്ത് ചെയ്യണം അല്ലെ? ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ഇന്ന് യഥാർത്ഥത്തില് ഇന്ന് ഈ കേരളത്തിലുള്ള ദൈവമക്കളുടെ കാശുണ്ടെങ്കിൽ വെറുതെ ബാങ്കിലേക്ക് ഇട്ട് വെച്ചേക്കുക. ഈ പത്തനംതിട്ടയിലെ 175 കോടി രൂപ ആരുമില്ലാതെ ഈ അനാഥമായിട്ട് എവിടെ ബാങ്കിൽ കിടക്കാൻ പറഞ്ഞു. 175 കോടി രൂപയുടെ കാര്യം പറഞ്ഞേ, ഒന്നും രണ്ടുമല്ല. ഇത് ഭൂരിഭാഗവും പെന്തക്കോസ്തുകാരുടെ കാശ, വിശ്വാസികളുടെ കാശ. വല്ല പ്രയോജനമുണ്ടോ? അതൊക്കെ എടുത്ത് കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തായിരുന്നെങ്കിൽ അവർക്ക് സ്വർഗത്തിലെങ്കിലും പ്രതിഫലം കിട്ടിയാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാണ്ടോ? ഒരു മനുഷ്യനും ചെയ്യുന്നില്ല, ഒരു സഹായം ചെയ്യുന്നില്ല അല്ലെ? മറ്റു ഇതര വിഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ വിശ്വാസങ്ങളുടെ രക്ഷ അംഗീകരിക്കുന്നില്ലെങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ നന്മ പ്രവൃത്തി, അവർ പഠിപ്പിച്ചു വെച്ചേക്കണത് സക്കാത്ത് കൊടുത്താലും നന്മ ചെയ്താലും സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുന്നതായി. സ്വർഗത്തിൽ എത്തിയാലല്ലേ പ്രതിഫലം കിട്ടുള്ളൂ. അത് മറ്റൊരു കാര്യം. രക്ഷിക്കപ്പെടാതെ ഒരു മനുഷ്യ സ്വർഗത്തിൽ എത്താൻ പറ്റില്ല. അപ്പൊ രക്ഷിക്കപ്പെടാതെ എത്ര പുണ്യപ്രവൃത്തി ഇതിന് വലിയ കാര്യമുണ്ടോ? അങ്ങനെ പ്രതിഫലം കിട്ടിയിട്ട് നരകത്തിൽ പോയി കിടക്കേണ്ടി വന്നുള്ള ഗതികേട് മാലിച്ചേക്ക്. അപ്പൊ പ്രതിഫലം കൊണ്ട് വലിയ കാര്യമുണ്ടോ? അപ്പൊ പ്രതിഫലം കൊണ്ട് കാര്യം എപ്പോഴേ ഉള്ളൂ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവ കൽപ്പന അനുസരിച്ച് സ്വർഗത്തിൽ ചെന്നാലാണ് പ്രതിഫലം കിട്ടിയിട്ട് കാര്യമുള്ളൂ. അപ്പൊ രക്ഷിക്കപ്പെട്ട നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രവർത്തികൾ ചെയ്യണം. ആമേൻ. ഞാൻ പറഞ്ഞത് ഈ കേരളത്തിലുള്ള ആ വിശ്വാസി സമൂഹങ്ങൾ അവർ കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ അല്ലെ, ഈ പരിശോധന നടത്താനൊക്കെ ഒരുപാട് ദിവസന്മാരെന്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഈ കേരളത്തിൽ എന്തേ സുവിശേഷീകരണം നടന്നു കഴിഞ്ഞാണ്. നമ്മുടെ ഇന്ത്യയിൽ എന്തേ സുവിശേഷീകരണം നടന്നാണ്. ഇത് മക്കൾക്ക് 4 തലമുറയ്ക്കുള്ളത് ബാങ്കിലിട്ടേക്കാണ്. എന്നിട്ട് അവരും പാടുകയാണ്, കർത്താവ് വരുമ്പോൾ ഞങ്ങൾ പറന്നു പോകും. എങ്ങോട്ട് പോകുന്നു ഈ പറയണേ? ആമേൻ അല്ലേ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഇന്നെന്ത് ചെയ്യുന്നില്ല? സ്വർഗത്തിലേക്കുള്ള കാര്യം ഒന്നും ചെയ്യുന്നില്ല. ആരും നോക്കില്ല. ബൈബിൾ പറഞ്ഞു, നിങ്ങൾ എന്റെ കാര്യമല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? സ്വന്തം കാര്യമാണ് നോക്കുന്നത്, എന്റെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ലെന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ആമേൻ. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, ഇന്ന് ആഗോളയാഗമായ ദൈവസഭകൾ എന്ത് ചെയ്തു? തങ്ങൾക്ക് തന്നെ കൂട്ടിക്കൊണ്ടിരിക്കുക, തങ്ങൾക്ക് തന്നെ കൂട്ടിവെച്ചുകൊണ്ടിരിക്കുക. ദൈവിക കാഴ്ചപ്പാടും ചെയ്തു നഷ്ടപ്പെട്ടു. അവർക്കൊന്നും ദൈവസ്നേഹമില്ല. കർത്താവ് നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ നമുക്ക് ഊറ്റി തന്നിട്ട് നമുക്ക് എന്തേ പ്രതിഫലം കൊടുക്കാനുള്ളൂ? ആത്മാക്കളെ നേടി കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാം അല്ലെ? ട്രാക്റ്റുകൾ അടിച്ചു കൊടുക്കാം അല്ലെ? എത്രയോ ആൾക്കാർ എന്ത് ചെയ്യുന്നു? ട്രാക്ട് അടിക്കാല്ലേ അല്ലേ? ഇന്നാളെ ഒരു ദേവാസനോട് ഞാൻ കാര്യം പറഞ്ഞപ്പോ ആ ദേവാസനം എന്ത് ചെയ്തു? 10,000 രൂപ എന്ത് ചെയ്തു? നമുക്ക് ട്രാക്ട് അടിക്കാൻ വേണ്ടി ഇട്ടു തന്നു. കണ്ടോ? അവർക്ക് നല്ല ആത്മീയ കാഴ്ചപ്പാടുള്ളതാണ്. അവർക്ക് ദൈവസ്നേഹം ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തേ? അവരത് ചെയ്തത്. നമ്മൾ ദേശത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്, പരിശോധന നടത്തുന്നുണ്ട് അല്ലെ? അവർ ഒരുപാട് ഇടങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. അപ്പൊ നമുക്കല്ലേ അതിനൊക്കെ വണ്ടിക്ക് പെട്രോൾ അടിക്കാനൊക്കെ കാശ് വേണം. അപ്പൊ അതിന് കാഴ്ചപ്പാടുള്ളതുകൊണ്ട് അമ്മേ. പക്ഷെ ഭൂരിഭാഗം ആൾക്കാർ എന്തില്ല? കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? സുവിശേഷ വേല നടക്കുന്നത് അവരുടെ വേല മാത്രമേ നടക്കുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ്? ദൈവസ്നേഹമില്ല. അപ്പൊ ഇവിടെ പറഞ്ഞു, ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് വന്നാൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ വസിക്കും അല്ലെ? വായിച്ചേ 1 യോഹന്നാൻ 3:17.
കണ്ടോ? എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സറിവ് കാണിക്കാൻ ഞാൻ ദൈവത്തിന്റെ സ്നേഹം എങ്ങനെ അന്വേഷിക്കും? അടുത്തത്, കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. ആമേൻ. അപ്പൊ ഒരുവിന് ആവശ്യം കണ്ടിട്ട് എന്ത് പറയരുത്? ഗ്ലോറി, കർത്താവ് നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞല്ല പോരേണ്ടത്. എന്ത് ചെയ്യണം? വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. ആമേൻ. ഞാൻ പറഞ്ഞ കാര്യം തോന്നുന്നുണ്ടോ? അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം അല്ലെ ഗ്യാസിന്റെ കാര്യത്തില് ഭയങ്കര ആശങ്കയായിരുന്നു. ആമേൻ. അങ്ങനെ ഒരാളെന്ത് ചെയ്തു? ആളെ പേര് ഞാൻ പറഞ്ഞില്ല. ഒരെന്ത് ചെയ്തു? ഒരു കരണ്ടി കുത്തുന്ന അടുപ്പ് മേടിച്ചു വന്നു. അത് കഴിഞ്ഞ് കൃപയാൽ കേട്ടോ ഗ്യാസ് കിട്ടി. ഗ്യാസ് കിട്ടിക്കഴിഞ്ഞ് ഇന്നലെയാ മിനിഞ്ഞാന്നാ ഗ്യാസ് തീർന്ന്. അതിക്ക് മുമ്പേ തീരേണ്ടിയായിരുന്നു. ഒരു 10-15 ദിവസം മുമ്പേ തീരേണ്ടിയായിരുന്നു കണക്ക് വെച്ച് നോക്കുമ്പോൾ. പക്ഷെ കൃപയാൽ എല്ലാ കാര്യങ്ങളും കർത്താവ് എന്ത് ചെയ്തു? ഭംഗിയായിട്ട് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ പറഞ്ഞറിയാമോ? നാം പറഞ്ഞതെ വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും. ഞാന് കൈരാശത് പറഞ്ഞോന്ന് അറിയത്തില്ല. ഒരു 3-4 മാസം മുമ്പ് ട്രാക്ട് അടിക്കണം. അന്ന് ട്രാക്ട് ഒട്ടുമില്ല, എല്ലാം തീർന്നിരിക്കുക. അപ്പൊ ഒരാളോട് ഞാൻ പറഞ്ഞു, ട്രാക്ട് അടിക്കാൻ എന്ത് ചെയ്യണം? 5000 ട്രാക്ട് അടിക്കണം, എന്നാലേ നമുക്ക് വില കുറച്ച് കിട്ടുള്ളൂ. 1000 ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കാശ് കൂടുതല. 10,000 അടിച്ച് അതിനേക്കാളും കുറയും. അപ്പൊ ഞാൻ 5000 ട്രാക്ട് അടിക്കും, ഒരു 4500 വേണമെന്ന് പറഞ്ഞു. ഒരു ബെടാ മുതലാളിയാ. ഞാൻ കേട്ടത് പറഞ്ഞനുസരിച്ച് 3 മീൻകുളം തന്നെ പുള്ളിയുടെ വീട്ടിലുണ്ട്. 3. പുള്ളി ഈ ഇന്നോവനേക്കാളും വലിയ വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ട് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആളാ. അത്ര കാശുകാരനാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ 4500 എന്തിനു വേണം? കർത്താവിന്റെ കളിക്കാം, ട്രാക്ട് അടിക്കാൻ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ എന്നോട് പറയാനേ, പാസ്റ്റർ എന്റെ ഒരു കാശില്ല, ഞാൻ 1000 രൂപ തന്നു. കൃപയാൽ ഇതുവരെ അത് മേടിക്കേണ്ടി വന്നില്ല. ആ 1000 രൂപ ഇതുവരെ മേടിക്കാൻ കർത്താവ് ചെയ്തില്ല. കാരണം ആ കാശ് കിട്ടിയിട്ട് എന്നെ കാണിക്കാന്? ഇതാ ബൈബിള് പറഞ്ഞേ. അല്ലേ? ഈ ഒട്ടകത്തെ എന്ത് ചെയ്യും? പറഞ്ഞേ, ഒട്ടകത്തെ വിഴുങ്ങും. പിന്നെ എന്തിനായിരിക്കും? കൊതുകിനെ എന്ത് ചെയ്യും? അരിക്കും. അതായത് ബാക്കി എല്ലാത്തിനും എന്തുണ്ട്? എല്ലാ ദൂർത്തടിക്കാൻ ഇഷ്ടമുള്ള കാശില്ല, കർത്താവിന്റെ വേലയ്ക്ക് മാത്രമില്ല. ഞാൻ പറയാറുണ്ടോ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ? വാക്കിനാലും നാവിനാലല്ല സത്യത്തിലും പ്രവൃത്തിയിലും തന്നെ എന്ത് ചെയ്യണം? സ്നേഹിക്കുക. കണ്ടോ? ആ ദൈവസ്നേഹം നമ്മുടെ പ്രവൃത്തിയാ. കർത്താവ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാം, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തേ. അല്ല, മരിച്ച് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി കാണിച്ചു തന്നു. സകല മാനവരാശിക്കുള്ള രക്ഷ എന്ത് ചെയ്തു? ക്രൂശിലൂടെ ഒരുക്കി. ആമേൻ. അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു വരിക, നമ്മൾ വായിച്ച വാക്യം കൊലോസ്യ ലേഖനം 3:14, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കണം. ദൈവസ്നേഹത്തെ കുറിച്ച് ഒരു അധ്യായം തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒരധ്യായത്തിൽ ഫുള്ള് ദൈവസ്നേഹത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. ഏത് അധ്യായം എന്ന് പറയാമോ? 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം. ഒന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 13-ന്റെ 1 വായിക്കുന്നതിന് മുമ്പ് 12-ാം അധ്യായത്തിന്റെ അവസാനം വായിക്കണം. 12-ന്റെ അവസാനം വായിച്ചേ. ആ ആ ആ ആ ആ 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആ കൃപാവരം പറഞ്ഞ് അവസാനിച്ചിട്ട് എന്ത് പറയുന്നു? ഇനി ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പീൻ. എന്ത് പറയുന്നത്? ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് 13-ന്റെ 1 മുതൽ തുടങ്ങുന്നത്. അപ്പം അല്ലേ, അല്ലെങ്കിൽ ക്രിസ്തു ഒരു മതമല്ല ഒരിക്കലും. അല്ലെ? ഇന്ന് ക്രിസ്തുവിനെ മതമാക്കി വെച്ചിരിക്കുകയാണ്. ബൈബിൾ പഠിപ്പിക്കുന്ന ക്രിസ്തു ഒരു മാർഗമാണ്. ഏത് മാർഗം? സ്നേഹത്തിന്റെ മാർഗമാണ് ക്രിസ്തു.
സ്വർഗത്തിലേക്ക് പോകുവാനുള്ള മാർഗമാണ് ക്രിസ്തു. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവായ ദൈവത്തിന്റെ അടുക്കലെത്തുന്നില്ല. സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ഏക മാർഗം യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തു അവയെ സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടുമാണ് ലോകത്തെ കീഴടക്കിയത്. ഈ ലോകത്തിലെ നേതാക്കന്മാരെല്ലാം അമ്മ വാളുകൊണ്ടും തോക്കുകൊണ്ടും ലോകത്തെ കീഴ്പ്പെടുത്തിയപ്പോൾ യേശു ക്രിസ്തു സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടുമാണ് ലോകത്തെ കീഴ്പ്പെടുത്തിയത്. ആമേൻ. യേശു ക്രിസ്തു ഒരാളെ പോലും കൊന്നിട്ടില്ല, ഒരാളോട് പോലും ശത്രുത പുലർത്തിയിട്ടില്ല. എല്ലാവരെയും സ്നേഹിക്കുകയാണ് ചെയ്തത്. അവയെ തന്നെ അടിച്ച പടയാളികൾ, തന്റെ കൈകളിൽ ആനയടിച്ച പടയാളികൾ, തന്റെ കാലുകളിൽ ആനയടിച്ച പടയാളികൾ താഴെ നിൽക്കുമ്പോൾ ക്രൂശിൽ കിടന്ന യേശു പറഞ്ഞു, ഇവർ ചെയ്യുന്നതെന്തെന്ന് അറിയായതുകൊണ്ട് ഇവരെ ക്ഷമിക്കണമേ. ഇതാണ് ക്രിസ്തുവിന്റെ മാർഗം. ക്ഷമയുടെ മാർഗമാണ്, സ്നേഹത്തിന്റെ മാർഗമാണ് ക്രിസ്തുവിന്റെ മാർഗം എന്ന് പറയുന്നത്. ആമേൻ. ഈ ലോകത്തിലെ സകല മതങ്ങളും അമ്മയെ തമ്മിൽ വിദ്വേഷവും പകയും വെച്ച് മറ്റുള്ളവരെയൊക്കെ ദൈവത്തിന്റെ പേരും പറഞ്ഞ് വെട്ടിക്കൊല്ലുമ്പോൾ യേശു ക്രിസ്തു പഠിപ്പിച്ചത് എന്താണ്? നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. മത്തായി 5:44 എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടോ? യേശുവിന്റെ മാർഗം ഏതാണ്? സ്നേഹത്തിന്റെ മാർഗം. അതാണ് ഇവിടെ പറഞ്ഞു, അതിശ്രേഷ്ഠമായ ഒരു മാർഗം കാണിച്ചു തരാം. 13-ാം അധ്യായം വായിച്ചു. ഒന്ന് വരുന്ന ലേഖനം 13:1. എന്താണ് ശ്രേഷ്ഠമായ മാർഗം? ആ ആ ആ ഇവിടെ പറഞ്ഞു, ഞാൻ ദൂതന്മാരുടെയും മനുഷ്യരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. അപ്പൊ ഇവിടെ പറയണം, ദൈവസ്നേഹമില്ലാതെ ഇനി ദൂതന്മാരുടെ ഭാഷ, ഇനി മനുഷ്യരുടെ ഏതെങ്കിലും ഭാഷ, അതാണ് ഈ അന്യഭാഷ എന്ന് പറയുന്നത്. നമ്മൾ സംസാരിക്കുന്ന അന്യഭാഷ വേറെ ഏതെങ്കിലും രാജ്യക്കാരുടെ ഭാഷയായിരിക്കും, അതും അല്ലെങ്കിൽ ദൂതന്മാരുടെ ഭാഷയായിരിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞ ദൈവസ്നേഹമില്ലാതെ, നമ്മൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ, മനുഷ്യരെ സഹായിക്കാതെ, മനുഷ്യരെ സ്നേഹിക്കാതെ എത്ര അന്യഭാഷ പറഞ്ഞതും കാര്യമില്ലെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ അപ്പോസ്തലിക ഉപദേശത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ആ ഉപദേശത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. അതെ. അപ്പൊ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. അതായത് അല്ലെ, ഇപ്പൊ ഒരു കൈത്താളം നമ്മൾ തട്ടിയാൽ മാത്രം എന്ത് വരുള്ളൂ? സൗണ്ട് വരുള്ളൂ അല്ലെ? അത് കഴിഞ്ഞ് അവിടെ വെച്ചാൽ പിന്നെ ഒരു സൗണ്ട് ഉണ്ടാവില്ല. ഇതേപോലെ മാത്രമേ ദൈവസ്നേഹമില്ലാത്ത പ്രാർത്ഥനയും ആരാധനയൊക്കെ എന്തോ ഉള്ളൂ. ആ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ബഹളവും ഒച്ചപ്പാടും ഉണ്ടാവും. പിന്നെ എന്തില്ല, അത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയോജനം ചെയ്യത്തില്ല. അതായത് കേട്ടോ, ഇനി എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ അയ്യോ, സകല മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ തക്കവണ്ണം ജ്ഞാനമുണ്ട്. ഭയങ്കരമായ പ്രവചനം അല്ലെ? യുദ്ധങ്ങളെ കുറിച്ചും അല്ലെ, വരാൻ പോകുന്നതിനൊക്കെ കുറിച്ചുള്ള ഭയങ്കര വെളിപ്പാടും പ്രവചനമുണ്ട്. പക്ഷെ സ്നേഹമില്ലെങ്കിൽ പറഞ്ഞാട്ടെ, ഞാൻ ഏതുമില്ലെന്ന്. അയ്യോ അല്ലെ? ഇന്നല്ല പലർക്കും ഭയങ്കരമായ കൃപാവരമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു സൗകര്യം എന്നോട് പറയാ, പക്ഷേ ഞാനൊരു ദൈവാസം, ഭയങ്കര കൃപാവരമുള്ള ദൈവാസം, ഭയങ്കര പ്രവചനമാണ്. അങ്ങനെ ഞാൻ മീറ്റിങ്ങിന് പോയിരുന്നു. മീറ്റിങ്ങിന് പോയി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, ഇദ്ദേഹം എന്ത് ചെയ്തു, എന്റെ നമ്പർ മേടിച്ച് ദൂതൊക്കെ പറഞ്ഞതാ. പിന്നെ പുള്ളി വീട്ടിൽ വന്നപ്പം പുള്ളി വിളിക്കുന്നത് വേറെ സ്നേഹത്തിലാ. സ്നേഹം ആദ്യം ദൈവസ്നേഹമായിരുന്നു പ്രവചിച്ചപ്പോ. ഒറ്റയ്ക്കായപ്പോ ജൈവിക സ്നേഹം എന്ത് ചെയ്തു, അധികം സംസാരിക്കുന്നതൊക്കെ ഭാര്യയോട് സംസാരിക്കുന്നവരെയാണ്. കണ്ടോ? സ്നേഹം അവിടെ പോയി, ദൈവസ്നേഹം അവിടെ പോയി. നാനേരിങ്ങനെ ഊടായിപ്പായിട്ട് ഇറങ്ങിക്കുക. അമേൻ. നമ്മൾ ഒറ്റ വാക്കിലങ്ങ് മുറിച്ചേക്കണം. അമേ കൂടുതൽ കുറഞ്ഞാൽ നിന്നാൽ എന്ത് ചെയ്യും, ഇവറ്റകളൊക്കെ എന്തെങ്കിലും വിട്ടുപോകും.
നമ്മൾ ചോദിക്കും ഇയാൾ ഭയങ്കര ശുശ്രൂഷയുള്ള മനുഷ്യനാണ്. പക്ഷെ ഉദ്ദേശമൊക്കെ എന്താണ്? വേറെയാ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അവൻ ഇന്ന് ഭയങ്കരമായി ഊടായിപ്പോണ്ടാണ് മിക്ക പ്രവാചകന്മാരും. നല്ല പ്രവാചകന്മാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, എനിക്കറിയാവുന്ന നല്ല പ്രവാചകന്മാരുണ്ട്. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ജഡത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കേസുകൾ ആൾക്കാർ പറയുന്നത്. ഞാൻ പറയാൻ പറ്റുന്നുണ്ടോ? ഇന്നാളൊരു പറഞ്ഞ പ്രവാചകന് 3 ഭാര്യയാണ്. അവൻ പ്രവചിച്ചുകൊണ്ട് നടക്കുക. ഞാൻ വേറെ പ്രവാചകർ സൗദി അറേബ്യ പോയപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞത് അല്ലെ, ആള് മിക്ക ചർച്ചകളും പോയി ഭയങ്കര പ്രവചനം, ഭയങ്കര വെളിപ്പാടാണ് പറഞ്ഞ മനുഷ്യന്. അങ്ങനെ ഞാൻ പോയ ചർച്ചില്, ഞാൻ പോകുന്നതിനും ഒരു 3-4 വർഷം മുമ്പ് അവിടെ ഉണ്ടായ കാര്യം പറഞ്ഞേ. അവിടുത്തെ അങ്കിളുമാര് പറഞ്ഞതാ, ഈ മനുഷ്യനെ അവിടെ ഞാൻ താമസിച്ചിരുന്ന ആ ചർച്ചിലാണ് താമസിച്ചിരുന്നത്. രാത്രി ഇദ്ദേഹം കുളിക്കാൻ വേണ്ടി ഷർട്ട് ഇരിപ്പം കയ്യേല് ഏലസ് എടുക്കുക. ഏലസ് കെട്ടിയൊക്കെ കയ്യേല്. ഈ ഏലസ് കെട്ടി ഇവൻ ഭൂതാത്മാവിലാണ് എന്ത് ചെയ്തേ ഈ വെളിപ്പാട് ഭൂതൊക്കെ പറഞ്ഞേ. ഇത് സഭകൾക്ക് അറിയുന്നില്ല, വിവേചനമറിയില്ലാത്തതുകൊണ്ട് എല്ലാവരും ഈ ഭൂതത്തിന്റെ ആലോചന കേട്ടുകൊണ്ടിരുന്നു. ഒരുപാട് സഭകളിൽ പോയി എന്ത് ചെയ്തു, ഇദ്ദേഹം പ്രവചിച്ചു. അന്ന് രാത്രി തന്നെ അവിടെ നിന്ന് ഇറക്കിയിട്ട് കൊണ്ട് സ്ഥലം വിട്ടോളം പറഞ്ഞു, തല്ലിയില്ലാന്ന് പറഞ്ഞു. കണ്ടോ എന്തൊക്കെ പരിപാടിയെന്ന് അറിയുമോ? ഇന്നാളൊരു ചാത്തന്റെ അമ്പലത്തില് ഒരാൾ ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ എന്ത് ചെയ്യണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞു. അപ്പം ഇതൊരു വിശ്വാസിയാണ് പോയേക്കണത്. അവിടെ ചെന്നപ്പോ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവിടുത്തെ ഈ കർമ്മം ചെയ്യുന്ന വ്യക്തി പറഞ്ഞു, ഞാൻ ഒരാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അകത്തേക്ക് കൊണ്ടുവരുമ്പോഴല്ലോ ഒരു പാസ്റ്റർ അവിടെ ഇരിക്കുക. പാസ്റ്ററല്ല കേട്ടോ, ഒറിജിനൽ പാസ്റ്റർ അല്ല. ഒറിജിനൽ പാസ്റ്ററാണ് അവിടേക്ക് പോവില്ല. കാരണം ലക്ഷണവിദ്യയും മന്ത്രവാദ ആഭിചാരമൊന്നും എന്തില്ല, ദൈവമക്കൾക്ക് പാടില്ല, ബൈബിൾ നിശ്ചിത. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ കാശുണ്ടാക്കാനുള്ള മാർഗത്തിന് വേണ്ടി ഈ ഭൂതങ്ങളെ അടുത്ത് പോയിട്ട് ഏലസം കെട്ടി ആലോചന ചോദിക്കാൻ വേണ്ടി പോയേക്കുവാ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇത്രത്തോളം എത്തി വഷളത്വത്തിലേക്ക് എന്ത് ചെയ്തു, ലോകം പോയിക്കൊണ്ടിരുന്നു. ഇവനൊന്നും പാസ്റ്ററല്ല. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കുറെ കള്ളന്മാര് പാസ്റ്റർമാരായിട്ടുണ്ട്. അവന്മാർ ഈ പണി മൊത്തം കാണിക്കണേ. ബാക്കിയുള്ള നല്ല പാസ്റ്റർമാർക്ക് വരെ ആകെ നാണക്കേടുണ്ടാക്കുക. ഇന്നാളൊരു പാസ്റ്റർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു കൊച്ചിനെ പിടിപ്പിക്കുന്നുണ്ട്. ഇവനൊന്നും പാസ്റ്റർ അല്ല. എങ്ങനെ പാസ്റ്ററാവും? ഇവരൊക്കെ കുഞ്ഞുങ്ങളൊക്കെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കേണ്ടവരല്ലേ? ഒരു വാക്യം വായിച്ചു, 1 തിമോഥെയോസ് ലേഖനം 5-ാം അധ്യായം 1 മുതൽ വാക്യം വായിച്ചേ. 1 തിമോഥെയോസ് 5:1 മുതൽ. 1 തിമോഥെയോസ് 5:1 മുതൽ. മൂത്തവരെ വത്സിക്കാതെ. കണ്ടോ? അപ്പൊ മൂത്തവരെ എന്ത് ചെയ്യണം? അപ്പന്മാരെ പോലെ കണ്ടാൽ പിന്നെ വേറെ എന്തെങ്കിലും ചിന്ത വരുമോ? നമ്മളെക്കാളും പ്രായമുള്ളവരെ, 1 വയസ്സ് മൂത്തവരൊക്കെ എന്ത് ചെയ്യണം? അപ്പന്മാരെ പോലെ കണ്ടാൽ പിന്നെ വേറെ രീതിയിൽ ചിന്തിക്കാൻ പറ്റുമോ? പറ്റില്ല. അടുത്തത് കണ്ടോ, ഇളയവരെ, അത് നമ്മളെക്കാളും പ്രായമുള്ള ചെക്കന്മാരെന്ത് ചെയ്യണം? സ്വന്തം സഹോദരന്മാരെ പോലെ കണ്ടാൽ പിന്നെ നമുക്ക് വേറെ ചിന്ത വരുമോ? ഇല്ല, വരില്ല. അടുത്തത് മൂത്ത സ്ത്രീകളെ, നമ്മളെക്കാളും 1 വയസ്സ് മൂപ്പുണ്ടെങ്കിൽ എത്ര വയസ്സാകട്ടെ, മൂത്തവരെന്ത് ചെയ്യണം? അമ്മമാരെ പോലെ കാണുന്നത്. അപ്പൊ വേറെ എന്തെങ്കിലും ചിന്ത വരുമോ? വരത്തില്ല. അടുത്തത് ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ. കണ്ടോ? സഹോദരിമാരെ പോലെ കാണുന്ന ഇളയ സ്ത്രീകളെ. അപ്പൊ പിന്നെ വേറെ എന്തെങ്കിലും ചിന്ത വരുമോ? വരത്തില്ല. അപ്പൊ ഇത് നമ്മൾ പാലിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യഭിചാരങ്ങളൊക്കെ നടക്കുന്നത്, വഴിവിട്ട ബന്ധങ്ങളൊക്കെ നടക്കുന്നത്. നമ്മൾ ഈ ദൈവവചനം അനുസരിച്ചാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊരിക്കലും ഒരു പാപപ്രവൃത്തിയിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇതൊന്നും ദൈവസഭകളിൽ പഠിപ്പിക്കുന്നില്ല. മാതാപിതാക്കൾ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? അല്ല, ഇന്ന് സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിച്ചേ. മക്കൾ വന്നില്ല, അവരെന്ത് ചെയ്യും? പോയോ? കാല് പോയോ? വീണു. ഓക്കെ, പ്രാർത്ഥിക്കാം. ഓക്കെ, കുഞ്ഞുങ്ങളെല്ലാം വരണം കേട്ടോ. നല്ല ഉപദേശങ്ങളാണ് പഠിപ്പിക്കുന്നത്. കാരണം കുഞ്ഞുങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന കാര്യത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും വരണം. ബൈബിളിൽ എല്ലാവർക്കും ഉള്ള ഉപദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ നടക്കണമെന്ന് ഉപദേശം കൊടുത്തിട്ടുണ്ട്.
വലിയ പ്രായമുള്ള അപ്പച്ചമാർക്കുള്ള ഉപദേശം, പ്രായമുള്ള അമ്മച്ചിമാർക്കുള്ള ഉപദേശം, കല്യാണം കഴിഞ്ഞിട്ടുള്ള യൗവനക്കാരികൾക്കുള്ള ഉപദേശം, കല്യാണം കഴിഞ്ഞിട്ടുള്ള യൗവനക്കാർക്കുള്ള ഉപദേശം, കുഞ്ഞുങ്ങൾക്കുള്ള ഉപദേശം, ദാസന്മാർക്കുള്ള ഉപദേശം, യജമാനന്മാർക്കുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ എല്ലാ തുറയിലുള്ള എല്ലാവർക്കുമുള്ള ഉപദേശം അവിടെ കൊടുത്തിട്ടുണ്ട്, ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കി തീത്തോസിന്റെ ലേഖനം എടുത്തേ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ വായിച്ചാട്ടെ. തീത്തോസ് 2:1 മുതൽ. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്ക. ക്ഷമിക്കണം, വൃദ്ധന്മാരെന്ന് പറഞ്ഞാൽ പ്രായമുള്ള അപ്പച്ചന്മാരോട് പറയാണ്. വൃദ്ധന്മാർ 1 നിർമ്മലതയോടെ ജീവിക്കണം, 2 ഗൗരവമുള്ളവരായിരിക്കണം, 3 സുബോധമുള്ളവരായിരിക്കണം, 4 വിശ്വാസം, 5 സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണമെന്നും മതി. അവരെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ആരെ കുറിച്ച് പറയുന്നത്? പറഞ്ഞാട്ടെ, വൃദ്ധന്മാരെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് വായിച്ചേ? ഒന്ന്, വൃദ്ധന്മാർ നിർമ്മതവും, 2 ഗൗരവവും, 3 സുബോധവും, 4 വിശ്വാസമുള്ളവർ, 5 സ്നേഹമുള്ളവർ, 6 സഹിഷ്ണുതയുള്ളവർ, 7 വിശ്വാസത്തിന് എന്തെയ്യണം? ആരോഗ്യമുള്ളവരുമായിരിക്കണം. ഇത്തരം കാര്യങ്ങളാണ് പ്രായമായ വൃദ്ധന്മാരോട് അപ്പച്ചന്മാരോട് പറഞ്ഞത്. അടുത്തത് പ്രായമുള്ള വൃദ്ധന്മാരോട്, അത് പ്രായമുള്ള അമ്മച്ചിമാരോട് പറഞ്ഞ കാര്യമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം എല്ലാവരും. വൃദ്ധമാരും അങ്ങനെ തന്നെ ഒന്ന് നടപ്പിൽ പവിത്രയോഗ്യമാരായിരിക്കണം. 2 യേശുവിനെ കുശുമ്പും പറഞ്ഞുകൊണ്ട് നടക്കരുത്. യേശുവിനെ പറയാത്തവരായിരിക്കണം, അവരുടെ കാര്യം നോക്കണം. 3 വീഞ്ഞിന് അടിമപ്പെടരുത്. പണ്ട് വീഞ്ഞു കുടിച്ച് ലക്കിലെ കാലം കിടക്കുമായിരുന്നു. ഇന്ന് ഈ ആദിവാസി കോളനികളിലൊക്കെ പോയി അവരെന്ത് ചെയ്യും? മദ്യപിച്ച് കിടക്കുന്നവരുണ്ട്. അപ്പൊ അടുത്തത് വീഞ്ഞിന് അടിമപ്പെടാത്തവരും. അപ്പൊ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞേ? അപ്പൊ നടപ്പിൽ പവിത്രമാകണം അമ്മച്ചിമാരെ. 2 യേശുവിനെ പറയാൻ നടക്കരുത്. ഈ വീട്ടിലെ കാര്യം അപ്പുറത്തെ കൊച്ചിന്റെ കാര്യം മറ്റോടത്തെ കാര്യം ഇപ്പുറത്തൊന്നും ചെയ്യരുത്. പറഞ്ഞു നടക്കുന്നതാണ് യേശുവിനെ പറയരുത്. വീഞ്ഞിന് അടിമപ്പെടും. 3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്തത്, ഇനി യൗവനക്കാരികൾ, കല്യാണം കഴിച്ച യൗവനക്കാരികളായ ചെറുപ്പക്കാരികളോടാണ് പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരികളെ 1 ഭർത്തൃപ്രിയന്മാരാകണം. വേറെ ആരോടും പ്രിയമുണ്ടാകരുത്. സ്വന്തം ഭർത്താക്കന്മാരോട് മാത്രമേ പ്രിയമുണ്ടാകുവാവൂ. അടുത്തത് 2 നമ്മുടെ മക്കളോട് എന്ത് ചെയ്യണം? പ്രിയമുണ്ടാകണം. 3 സുബോധം വേണം. നല്ല സുബോധത്തിൽ നടക്കണം. 4 പാതിവൃത്യമുള്ളവർ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞാൽ വേറെ ബന്ധത്തിലേക്ക് എന്ത് ചെയ്യരുത്? പോകരുത്. പാതിവൃത്യമുള്ളവരായിരിക്കണം. 5 വീട്ടുകാരെ നോക്കണം. വല്ലവന്റെ വീട്ടുകാരല്ലേ നോക്കണം? നമ്മുടെ വീട്ടുകാരെ നോക്കണം. 6 ദയയുള്ളവരാകണം. 7 ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിക്കേണ്ടതിന്. അപ്പൊ 7 കാര്യങ്ങളാണ് ആരെ കുറിച്ച് പറയുന്നത്? യൗവനക്കാരികളായ ഭാര്യമാരോട് പറയുന്നത്. അടുത്തത് യൗവനക്കാരായ ഭർത്താക്കന്മാരോട്. അപ്പൊ യൗവനക്കാരോട് പറയുന്നത് ചെറുപ്പക്കാരായ കല്യാണം കഴിഞ്ഞ യൗവനക്കാരോട് പറയുക. ഫസ്റ്റ് എന്നാ പറയാണ്? സുബോധമുള്ളവരാണെന്ന്, ബോധം വേണമെന്നാണ് പറഞ്ഞത്. അടുത്ത വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് എന്ത് ചെയ്യണം? മാതൃകയായിട്ട്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും യൗവനക്കാരായ ഭർത്താക്കന്മാരെന്ത് ചെയ്യണം? മാതൃകയുള്ളവരായിരിക്കണം. കാരണം നമ്മുടെ മക്കളെയൊക്കെ റോൾ മോഡൽ ആരാ? അപ്പന്മാരാ. ആമേൻ.
അപ്പൊ അതുകൊണ്ട് നല്ലോണം എന്ത് ചെയ്യണം? മാതൃകയുള്ളവരായിട്ട് യൗവനക്കാരായ ഭർത്താക്കന്മാർ ജീവിക്കണം. ഇനി ഒരു വാക്ക് കൂടി ഭർത്താക്കന്മാർക്ക് വേണ്ടി ഒന്ന് വായിച്ചേ. 1 പത്രോസ് 3:7 വായിച്ചേ. 1 പത്രോസ് 3:7 ഭർത്താക്കന്മാരുടെ അടുത്ത ഉപദേശം. ഇതിപ്പോ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കാണല്ലോ. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിക്കണം. സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടാവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കണം. അപ്പൊ ഭർത്താക്കന്മാരെന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കണേ എന്ത് ചെയ്യണം? സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടാവകാശികളെന്ന് ഓർത്ത് എന്ത് ചെയ്യണം? അവർക്ക് എന്ത് ചെയ്യണം? ബഹുമാനം കൊടുക്കണം. അങ്ങനെ ഞാനും പഠിച്ചു വരുന്നുള്ളൂ. എന്റെ കാര്യം കൂടിയാ. കാരണം ഞാനും ഒരു ഭർത്താവാണല്ലോ. പാസ്റ്റർ ആണെങ്കിലും ഞാനൊരു ഭർത്താവ് ആയതുകൊണ്ട് നമ്മളെല്ലാരും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിച്ച് ആ പ്രാർത്ഥനയൊന്നും മുടക്കം പറ്റില്ല, അല്ലേ? ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ഇഷ്ടവും ഭർത്താവിന് ഭാര്യയുടെ ഇഷ്ടവും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പ്രകാരം നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ആമേൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാൻ സാധ്യതയുണ്ട്. ഇനി മക്കളോടുള്ള മക്കൾ എന്ത് ചെയ്യണം? എഫെസ്യ ലേഖനം അതിന്റെ 6:1 മുതൽ. അപ്പൊ നമ്മൾ കണ്ടു, പ്രായമായ അപ്പച്ചന്മാരോട് പറഞ്ഞു, പ്രായമായ അമ്മച്ചിമാരോട് ദൂത് പറഞ്ഞു, യൗവനക്കാരികളായ കല്യാണം കഴിച്ച യൗവനക്കാരോട് പറഞ്ഞു, കല്യാണം കഴിച്ച യൗവനക്കാരോട് പറഞ്ഞു. ഇനി ആരോടാണ് പറയുന്നത്? മക്കളോട്. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിനനുസരിപ്പീ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു. അവിടെ പറഞ്ഞു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിനനുസരിക്കണം. എന്താണ് ഈ കർത്താവിനനുസരിക്കുക എന്ന് പറഞ്ഞാൽ? ഇപ്പൊ അപ്പൻ രക്ഷിക്കപ്പെടാത്ത അപ്പനാണെങ്കിൽ അപ്പം പറയാണ്, ബാറിൽ പോയിട്ട് മദ്യം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുത്? മേടിക്കാൻ പാടില്ല. കാരണം മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് ദൈവത്തിന്റെ വചനത്തിലിരിക്കുന്നു. അപ്പൊ ഒരു വിശ്വാസം എന്ത് ചെയ്യാൻ പാടില്ല? മദ്യം കുടിക്കുവാനോ മദ്യം വാങ്ങിക്കുവാനോ പോകാൻ പാടില്ല. അപ്പം പറയാണ്, എനിക്ക് സിഗരറ്റ് മേടിച്ചുകൊണ്ടിരാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുത്? മേടിച്ചു കൊടുക്കരുത്. അപ്പം പറയാണ്, ആരാധനയ്ക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ പറയണം നടക്കില്ല, എനിക്ക് അപ്പനേക്കാളും വലുത് എന്നെ സൃഷ്ടിച്ച ദൈവമാണ്, അതുകൊണ്ട് ദൈവത്തിന്റെ വാക്കേ ഞാൻ അനുസരിക്കുകയുള്ളൂ, അതുകൊണ്ട് ആരാധനയ്ക്ക് വേണ്ടി തടസ്സം നിൽക്കാൻ എന്തില്ല, ഞാൻ സമ്മതിക്കില്ലെന്ന് പറയണം. അപ്പൊ കർത്താവിലുള്ള എല്ലാ കാര്യവും നീ അനുസരിക്കണം. അത് ന്യായമാണ്. നിനക്ക് നന്മയുണ്ടാകുവാനും ദീർഘായുസ് ഇടമധ്യത്തിൽ വെച്ച് തട്ടിപ്പോകാതിരിക്കണമെങ്കിൽ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പന. ആമേൻ. ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് മക്കൾ ചെയ്യുന്നത്? ഇല്ലേ, പ്രായമാകുമ്പോ ചെറുപ്പത്തില് അല്ലേ 10 മാസം ചുമന്ന് പാലും കൊടുത്ത് രാത്രി ഉറക്കൊളച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇരുന്ന് വളർത്തി ആ മാതാവിനെയും പിതാവിനെയൊക്കെ എന്ത് ചെയ്യാണ്? അനാഥശാലയെ കൊണ്ട് എന്ത് ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് തള്ളുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഭയങ്കരമായൊരു പോക്കാണ്. ഇവരൊക്കെ ശാപം കിട്ടാതെ എങ്ങോട്ടാ പോകുന്നേ? അവരുടെ മക്കൾ ഇതേപോലെ എന്ത് ചെയ്യും? കൊണ്ട് തള്ളും ഓൾഡ് ഏജ് ഹോമിലേക്ക്. പണ്ടൊരു വീഡിയോ കണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് ചിന്തിക്കാനുണ്ട്. ഒരു വീട്ടില് ഒരു അപ്പനും അമ്മയും അതിന്റെ പ്രായമായ ഒരു പിതാവുണ്ട്. വീട്ടില് 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ഈ പ്രായമായ അപ്പന് ഈ ചിരട്ടയിലെ കഞ്ഞി വെച്ച് കൊടുക്കണേ ഈ കുഞ്ഞുങ്ങളുടെ അപ്പനും അമ്മയും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ മകൻ കുറച്ച് ഒരു മകനെ കാണാൻ ഇത്തിരി 60 വയസ്സാണ്, അവനെ കാണാനില്ല. അപ്പൊ അവൻ അവിടെ ചെന്നപ്പോ അപ്പൊ ഈ അപ്പനെ കുറെ വിളിച്ചിട്ടും കേൾക്കണം. അങ്ങനെ വീടിന്റെ അപ്പുറത്ത് ചെന്ന് നോക്കിയപ്പോ ഇവനെന്ത് ചെയ്യാ? ഒരു ചിരട്ട എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ രാഗി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തിനാണ് നീ ചിരട്ട വൃത്തിയാക്കണം? എന്താ ഇപ്പൊ നിനക്ക് ചോദിച്ചു. അപ്പൊ പറയാണേ, അപ്പനും അമ്മയും വലുതാവുമല്ലോ, അപ്പൊ അപ്പനും അമ്മയ്ക്ക് കഞ്ഞി തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ തയ്യാറാക്കി വെക്കാന്ന്. കാരണം ഇവരുടെ അപ്പനെന്ത് ചെയ്യാണ്? ചിരട്ടയിലെ കഞ്ഞി കൊടുക്കണേ. അതുകൊണ്ട് ഇപ്പൊ കൊച്ചുമോൻ എന്ത് ചെയ്യാ? ഈ അപ്പനും അമ്മയ്ക്കും
കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഇപ്പൊ നേരത്തെ തയ്യാറാക്കി വെക്കുക. ഇവരൊന്നും ഗതി പിടിക്കില്ല. കാരണം മാതാപിതാക്കളുടെ ശാപം നമ്മൾ മേടിച്ചു വെക്കരുത്. അതാണ് അപ്പനെ അമ്മേനെയും ബഹുമാനിക്കണം, അവരെ അനുസരിക്കണം. എന്തിനു വേണ്ടി? നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക. അത് വാക്തത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാണ്. നമ്മൾ വിതച്ചതേ കൊയ്യൂ. നമ്മൾ നമ്മുടെ അപ്പനെ അമ്മേനെ നോക്കിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കും. കൃപയാൽ എന്റെ അപ്പനെ നോക്കാൻ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അതെ, അവരെ പൊന്നു പോലെ നോക്കിയ ഏറ്റവും കൂടുതൽ രാജേഷ് മാസ്റ്ററും ശോഭ ചേച്ചിയാണ് നോക്കിയത്. അത് പറയാതിരിക്കാൻ വയ്യ, കാരണം അവരെ അടുത്തായിരുന്നു അവസാന നാളുകളോ. ആമേൻ. എങ്കിലും ആമേൻ, വലിയൊരു ഭാഗ്യമാണ് അവർക്ക് കിട്ടിയത്. ആമേൻ. ഞങ്ങൾക്ക് കഴിയുന്ന പോലെ ഇവിടുന്ന് 50 കിലോമീറ്ററിന് മാളയില് കഴിയുന്ന പോലെ ഞങ്ങൾ ഇവിടുന്ന് എന്ത് ചെയ്യും, ഇടയ്ക്ക് പോകുമായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിനുള്ള അനുഗ്രഹം നമുക്ക് കിട്ടും. അതിന്റെ ഒരു കാര്യമുണ്ട്. എന്റെ അമ്മ, എന്റെ അപ്പാപ്പൻ, എന്റെ അമ്മയുടെ അപ്പൻ സുഖമില്ലാതെ കിടന്നിട്ട് അവരെ വീട്ടിൽ 5 മക്കളാണ്. അവരാരും നോക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ 5 വർഷം എന്റെ അമ്മ ജോലി ലീവ് എടുത്തിട്ട്, പഴയന്നൂരിലായിരുന്നു അന്ന് അപ്പാപ്പനും അമ്മാമ്മയും താമസിച്ചിരുന്നത്. അവിടെ പോയിട്ട് അപ്പനെ കണ്ണു കാണാതിരുന്ന സമയത്ത് 5 വർഷം ജോലി ലീവ് എടുത്തിട്ടാണ് എന്റെ അപ്പനെ പോയി നോക്കാൻ പോയത്. ആമേൻ. എന്റെ അമ്മാമേനെ എന്ത് ചെയ്തു? ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് നോക്കിയത്. ഞാൻ പറഞ്ഞു മനസ്സിലോ? അതുകൊണ്ട് എന്റെ അമ്മേനെ നോക്കാൻ ഞങ്ങൾ 3 മക്കളുണ്ടായിരുന്നു. ഞാൻ പറയാൻ മനസ്സിലോ? അതുകൊണ്ട് നമ്മുടെ അപ്പനെ അമ്മേനെയും അമ്മയെ സ്നേഹിക്കുന്ന, അവരെ നോക്കുന്ന, അവർക്ക് വേണ്ടി ചെലവാക്കുന്ന ഒരു നഷ്ടമല്ല. നമുക്ക് വേണ്ടി എത്രയല്ലേ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുള്ളവരല്ലേ? എത്ര രാത്രി നിങ്ങൾ ഉറക്കം വളർത്തുന്നുണ്ട് ഈ 3 കുഞ്ഞുങ്ങളെ വളർത്താൻ? എത്ര കഷ്ടപ്പെടുന്നു, ഇന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇനി ഇവര് വലുതായിട്ട് ചേച്ചീനെ തള്ളി പറഞ്ഞ എന്തായിരിക്കും സ്ഥിതി? ആ മനസ്സിന്റെ വേദന പോവും. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങള് അല്ലെ, എത്ര രാത്രിയൊക്കെ പലപ്പോഴും പോകാൻ നമ്മൾ ഉറക്കാറില്ല. പക്ഷെ എന്നിട്ട് ഇവർ വലുതാവുമ്പോൾ നമുക്കെതിരെ സംസാരിക്കാൻ, നമ്മളെ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് തള്ളിയാൽ എങ്ങനെ ഇരിക്കും നമ്മുടെ മനസ്സ്? അപ്പൊ ഇതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ അപ്പനമ്മമാരെ ആഴമായിട്ട് സ്നേഹിക്കണം. അവരിടയ്ക്ക് പോയി കാണണം. നമ്മുടെ അടുത്തല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇടയ്ക്ക് പോയി കാണണം. എന്തെങ്കിലുമൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം. അമ്മ അതൊക്കെ അവരുടെ ജീവിതത്തിൽ നമ്മളത് ചെയ്യുമ്പോൾ അതിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അത് ഇടയ്ക്ക് വിളിക്കണം. ഇതൊക്കെ ഒരു സന്തോഷമാണ്. നമുക്ക് ഇടയ്ക്ക് ചെല്ലാൻ കഴിഞ്ഞില്ല, നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്ക് വിളിച്ചിട്ട് അവരുടെ സ്നേഹം അന്വേഷിക്കണം. ഭക്ഷണം കഴിച്ചോ? ഇത് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. അതൊക്കെ വലിയൊരു കാര്യമാണത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലുണ്ടോ? അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക എന്നത് വാക്തത്വത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു. നമ്മുടെ മക്കളെയൊക്കെ ഇടയ്ക്ക് ചെന്ന് കൊണ്ടേ കാണിക്കണം. പ്രായമുള്ള അപ്പനും അമ്മയെ കൊണ്ടേ കാണിക്കണം. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീട്ടിൽ ഞാൻ പറഞ്ഞില്ല. ആ വീട്ടിൽ ചെന്നപ്പോ അവരുടെ മോൻ മരിച്ചു പോയിട്ട് അപ്പൊ അവളുടെ ആ മോന്റെ ഭാര്യയുടെ മരുമോളുടെ വീട്ടിൽ അവൾ ഒറ്റ മോളുള്ളൂ. ഇഷ്ടംപോലെ കാശുമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ഈ 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ഈ 2 കുഞ്ഞുങ്ങളെയും പറിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അവളങ്ങ് പോയി. ഞാൻ കഴിഞ്ഞ ദിവസം അവരോട് സംസാരിച്ചപ്പോ അയ്യോ അവരുടെ ഭാരം കേൾക്കണം. ഞാൻ എന്നിട്ട് എനിക്ക് ഒന്നാമത് സമയം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കേട്ടു. ഒരു 10-20 മിനിറ്റോളം അവിടെ പ്രയാസം കേട്ടു. കാരണം ആ കൊച്ചു മക്കളെ എന്ത് ചെയ്തു? ഇവരിന്ന് പറിച്ചെടുക്കുന്നു. ഞാൻ ചോദിച്ചു ഇടയ്ക്ക് കൊണ്ടുവരുമോ? ഇല്ല മോനെ, അവരിടയ്ക്ക് കൊച്ചുങ്ങളെ കൊണ്ടുവരാറില്ല എന്ന് പറഞ്ഞു. എന്ത് ദ്രോഹം കാണിക്കുന്നത്? ആ കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് കൊണ്ടു കാണിക്കണ്ടേ? കാരണം അതുവരെ ഇവര് വീട്ടിൽ നിന്നേ മകൻ മരിക്കുന്നവരെ ഒറ്റ മോനുള്ളൂ. പിന്നെ ഒരു മോളെ കെട്ടിച്ചു വിട്ടു. ഈ മകനാണ് എന്ത് ചെയ്തേ? ഉണ്ടായിരുന്നേ. അപ്പൊ ഒരുമിച്ച് താമസിച്ചിരുന്ന അപ്പനും അമ്മയായിട്ട്. അത് കഴിഞ്ഞപ്പോ മരിച്ചു എന്ന പേരിൽ ഒറ്റ പൊക്കോട്ടെ. പക്ഷെ ഒരു 2 മാസം 3 മാസം കൂടുമ്പോ എന്ത് ചെയ്യണം? ആ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് കൊണ്ട് കാണിച്ചുകൂടെ? ഈ വല്യപ്പനും വല്യമ്മേ, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലുണ്ടോ? അത് അവർ ചിലപ്പോൾ അവർ പറയില്ല. പക്ഷെ അവരെ മനസ്സിലൊക്കെ എന്ത് ചെയ്യും? കാരണം നമ്മളെക്കാളും ഇവരെയായിട്ട് മക്കളെയാണ് അവർക്ക് കൂടുതൽ സ്നേഹം. ഞാൻ പറഞ്ഞോ? അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യണം? അത് മാത്രമല്ല, അവരായിട്ടൊരു ബന്ധം വേണം നമുക്ക്. കാരണം അവർക്കാണ് ആ ഒരു സ്നേഹം കൂടി കിട്ടണം. ഇതൊക്കെ ദൈവിക വ്യവസ്ഥയത്. മാതാപിതാക്കളുടെ സ്നേഹമൊക്കെ എന്ത് ചെയ്യണം? ഇടയ്ക്ക് കിട്ടണം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? ഈ പ്രായമുള്ളവരെ എന്ത് ചെയ്യണം? കൊണ്ടേ കാണിക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവിക അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരേണ്ടതിനുള്ള കാര്യം ഞാൻ ഈ പറയുന്നത്. നമ്മൾ അനുസരിക്കുക. അനുഗ്രഹത്തിന് ഒരുപാട് മേഖലകൾ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ ചെയ്യേണ്ട മേഖലകളുണ്ട്. ഇന്ന് ഇതൊന്നും സഭകളിൽ പഠിപ്പിക്കുന്നില്ല. അതിന്റെ വലിയായ പ്രശ്നങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഉപദേശം കിട്ടാത്തതുകൊണ്ട്, ദൈവവചനം കിട്ടാത്തതുകൊണ്ട് അല്ലേ? സഭകളിൽ ചെന്നിരിക്കുന്നുണ്ട്. പക്ഷെ ഒക്കെ ചത്തിരിക്കുക. വെളിപ്പാട് പറഞ്ഞത് ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. ഇതേപോലെ ഇരിക്കുന്നത്. കാരണം ദൈവവചനം കിട്ടുന്നില്ല. ആത്മാവിന്റെ ഫുഡല്ലേ ദൈവത്തിന്റെ വചനം. ഈ ഉപദേശം കിട്ടാത്തതുകൊണ്ട് സഭകളിൽ നിന്ന് ഭൂരിഭാഗം വിശ്വാസികൾ ചത്തിരിക്കുകയാണ്. ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ദൈവം യഥാർത്ഥമായി കിട്ടുന്നില്ല.
ഉപദേശം പല സഭകളിൽ പഠിപ്പിക്കുന്നില്ല. എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ, നമ്മളെല്ലാവരും അവൻ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണം. അതിനെത്രത്തോളം ശുദ്ധീകരണം പ്രാപിക്കാമോ ആ ശുദ്ധീകരണം പ്രാപിക്കണം. അതുകൊണ്ടാണ് ഒന്നും മറച്ചു വയ്ക്കാതെ ഈ വചനത്തിലെ ഉപദേശങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതിന്റെ കാരണം അതാണ്. ആമേൻ. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിർമ്മലനായിരിക്കുന്ന പോലെ നിങ്ങൾ നിർമ്മലരായിരിക്കും. അവനെ പോലെ അവനോട് നമ്മൾ സദസ്യന്മാരാകണമെങ്കിൽ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ നമ്മളെ തന്നെ നിർമ്മലീകരിക്കണം. എങ്ങനെയാണ് നിർമ്മലീകരിക്കുന്നത്? എങ്ങനെയാണ് കാന്ത ഒരുങ്ങുന്നത്? ഈ ദൈവത്തിന്റെ വചനപ്രകാരമാണ് കാന്ത തന്നെ ഒരുക്കുന്നത്. ആമേൻ. അപ്പൊ കാന്തയെ ഒരുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വചനം പഠിപ്പിക്കണ്ടേ? ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കത് അറിയാമോ? അറിയാത്തില്ല. അപ്പൊ ഇത് പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് അറിയുള്ളൂ. അമ്മച്ചമാർ എന്ത് ചെയ്യണമെന്ന് ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വാക്യങ്ങൾ എന്ത് ചെയ്യണം? വീട്ടിൽപ്പെട്ട് ഒന്നും കൂടെ എടുത്ത് വായിക്കണം. എന്നിട്ട് ഞാനത് അനുസരിക്കുന്നുണ്ടോ നോക്കണം. ഇല്ല, അത് അനുസരിക്കണം. യൗവനക്കാരത്തികളും എല്ലാവരും എന്ത് ചെയ്യണം? ഭർത്താക്കന്മാരും ഭാര്യമാരും യൗവനക്കാരത്തികളും എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഈ വചനം വീട്ടിൽപ്പെട്ട് ഒന്നും കൂടെ എടുത്ത് വായിക്കണം. എന്നിട്ട് ഇതിൽ എന്താണ് ഞാൻ അനുസരിക്കാത്തതെന്ന് നോക്കണം. അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഇതനുസരിപ്പാനുള്ള കൃപ എന്റെ മേൽ പകരണമേ എന്ന് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. അപ്പൊ മക്കളോട് പറഞ്ഞു. ഇനി താഴ്ത്തേക്ക് എപ്പിസോഡ് താഴത്തേക്ക്. ഇനി പിതാക്കന്മാർ അപ്പന്മാരോട് പറയുകയാണ്. ഒന്നാമത് പറഞ്ഞ മക്കൾ എന്ത് ചെയ്യരുത്. ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. ഞാനൊരു കാലത്ത് സൺഡേ സ്കൂൾ എടുത്ത് ഞാൻ പിള്ളേരോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാണ്. നമ്മൾ എന്ത് ചെയ്യണം? മക്കളെ എന്ത് ചെയ്യരുത്? കോപിപ്പിക്കരുത്. ഒന്നാമത്തെ കാര്യം. അടുത്തത് രണ്ട്, കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തണം. ആമേൻ. അപ്പൊ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശം. അപ്പൊ ഞാൻ പറഞ്ഞേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? ഇന്ന് 119 സങ്കീർത്തനമൊക്കെ കാണാതെ പഠിപ്പിക്കും. നല്ലതാണ്. അതിനെത്രത്തോളം കാണാതെ പഠിക്കും നല്ലതാണ്. പക്ഷെ അതിലുപരിയായിട്ട് ഉപദേശം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനെത്രത്തോളം പഠിക്കണം. പക്ഷെ അതിലുപരിയായിട്ട് എന്ത് പഠിപ്പിക്കണം? ഉപദേശങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്നാലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ബാലൻ തന്നെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ബാലന് നിർമ്മലമായി നടക്കണമെങ്കിൽ എന്ത് വേണം? വചനമകത്തുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? പത്യോപദേശം നമ്മൾ പറഞ്ഞു കൊടുക്കണം. പത്യോപദേശം പറഞ്ഞു കൊടുക്കണം. ഈ ഉപദേശം നമുക്ക് അറിയണ്ടേ? അതുകൊണ്ട് അപ്പന്മാരൊക്കെ കൂടുതൽ എന്ത് ചെയ്യണം? വീട്ടുകളിൽ പോയിട്ട് വചനം വായിക്കണം, ഉപദേശം വായിച്ച് പഠിക്കണം. എന്നിട്ട് ആ പത്യോപദേശം എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ദാസിക. അടുത്തത്. ഇനി ദാസന്മാരോട് ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും പ്രിയനോടും കൂടെ. കണ്ടോ, യജമാനന്മാർ പറയാണ്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് നമ്മുടെ ബോസിനെ എന്ത് ചെയ്യണം? സകലത്തിലും അനുസരിക്കണം. ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ. ബോസ് കാണുമെന്ന് വിചാരിച്ചിട്ടല്ല, നമ്മുടെ ഹൃദയത്തിന്റെ കർത്താവ് കാണുമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണം? അവരെ അനുസരിക്കണം. അടുത്തത് വൈദ്യ മറക്കില്ലേ? മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാണല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവ ഇഷ്ടം മനസ്സോടെതും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട്. കണ്ടോ? അപ്പൊ കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് വേണം യജമാനന്മാരെ അനുസരിക്കാൻ. ആമേൻ. തീത്തോസിലും പിന്നെ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. വേറെ ഭാഗത്തൊക്കെ പറഞ്ഞത് ഒന്നും വഞ്ചിച്ചെടുക്കുകയോ ചെയ്യരുത്, എതിർപ്പറയുകയോ ചെയ്യരുത്. കണ്ടോ? യജമാനന്മാരെ ഒന്നും എന്തായാലും അയാളെ ജോലിയിൽ നിന്ന് പിടിച്ചു വിട്ടു. അന്ന് അയാളുടെ നല്ല വിലപിടിപ്പുകൾ എന്തെങ്കിലും അടിച്ചിട്ട് വരിക. ഇഷ്ടംപോലെ ആൾക്കാരും ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല. അടുത്ത യജമാനന്മാരോട് വാക്യം താഴ്ത്തി വായിച്ചു. അടുത്ത കാലത്ത് വാക്യം. യജമാനന്മാരോട് കിട്ടിയില്ലേ? രണ്ടു വയ്ക്കുന്ന വെച്ച്
യജമാനന്മാരെ, നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞ് ആ കണ്ട, യജമാനന്മാരെ നിങ്ങളുടെയും അതായത് ദാസന്റെയും നിന്റെയും യജമാനൻ, അതായത് നിന്നേക്കാളും വലിയൊരു യജമാനൻ എവിടെയുണ്ട്? സ്വർഗത്തെ ദൈവമുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ആ യജമാനൻ, സ്വർഗത്തിലിരിക്കുന്ന ദൈവമാകുന്ന യജമാനന്റെ പക്കൽ മുഖവശമില്ലെന്നും അറിഞ്ഞുകൊണ്ട് എങ്ങനെ പെരുമാറണം? ആ പറ്റോ? അവരോട് പെരുമാറുകയും കണ്ടോ, ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? ദാസന്മാരെ എന്ത് ചെയ്യാൻ പാടില്ല? യജമാനന്മാര് ഭീഷണിപ്പെടുത്താൻ പാടില്ല. കാരണം എന്താണ്? രണ്ടുപേരുടെ യജമാനന്തുണ്ട്, സ്വർഗത്തിലുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിലും പറഞ്ഞു വരുന്നുണ്ട്. അവിടെ ഇങ്ങനെ പറയുന്നേ, അവിടെ കൂലി എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം. ദാസന്മാരുടെ കൂലി പിടിച്ചു വെക്കരുത്. കാരണം അവരുടെ നിലവിളി എവിടെ കേൾക്കും? സ്വർഗത്തിൽ കേൾക്കും. അതുകൊണ്ട് യജമാനന്മാർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കൃത്യ ശമ്പളം എന്ത് ചെയ്യണം? അവർക്ക് കൊടുക്കണം. അതായത് നാളെ വാ, മറ്റന്ന് വാ എന്ന് പറയുന്നത് ചെയ്യരുത്. അവരെ ഒഴിവാക്കി വിടരുത്. കാരണം ഒന്നുമില്ലാത്തതുകൊണ്ടാണല്ലോ ജോലിക്ക് പോണേ. ചിലപ്പോൾ അത് കിട്ടിയിട്ട് വേണം ചിലപ്പോൾ അവർക്ക് അരി മേടിക്കാൻ. ആ സമയത്ത് നീ നാളെ വാന്ന് പറഞ്ഞ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ അവന്റെ മനസ്സ് വിഷമിച്ചു പോകും. അതുകൊണ്ടാണ് യജമാനന്മാരോട് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഞാൻ മടങ്ങി വരികയാണ്. നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് എന്ത് ചെയ്യാം? ചിന്തിക്കാം. നമ്മൾ ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യണം? ദൈവസ്നേഹത്തിൽ ചെയ്യണം. എല്ലാറ്റിനും ഇത് സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കണം. എല്ലാവരും കണ്ണു തുടച്ചാട്ടെ, എല്ലാവരും കണ്ണു തുടച്ചാട്ടെ. നമ്മെ തന്നെ ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഇപ്പോൾ ചിജി പ്രാർത്ഥിച്ചാട്ടെ. ഓ ജീസസ്, ഹല്ലേലൂയ. എല്ലാവരും കണ്ണടച്ചാട്ടെ. സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം.